സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലവിധമായിരിക്കുന്ന തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. ജോലിയോടുള്ള ബന്ധത്തിലോ, വിദ്യാഭ്യാസത്തിനോ, കുടുംബങ്ങളിലെ സാഹചര്യങ്ങളോ, മറ്റുള്ളവരിൽ നിന്നുള്ള അഭിപ്രായ ഭിന്നതകളോ, നമ്മെ ദുർബലപ്പെടുത്തുന്ന പ്രതികൂലമായിരിക്കുന്ന തടസ്സങ്ങൾ നീങ്ങുന്നതിനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 22 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ ഈ പ്രാർത്ഥന ശ്രവിക്കുന്നവരോട് ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്ന് തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ മുൻപിലുള്ള തടസ്സങ്ങൾ പറയുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ കഴിയുന്ന, ജീവൻ നൽകി നമ്മെ സ്നേഹിച്ച യേശുവിൻ്റെ നാമത്തിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിരുമുൻപിലാണ് ആയിരിക്കുന്നത് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ സംജാതമാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കരുണയുള്ള ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സ്നേഹനിധിയായ അങ്ങയുടെ മുൻപിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. അവർക്കായി നന്ദി പറയുന്നു. തടസ്സങ്ങൾ മാറുവാൻ ആഗ്രഹിക്കുന്ന കേൾവിക്കാരെ, അവരെ തടയാൻ ശ്രമിക്കുന്ന പ്രതിബന്ധങ്ങൾ നീക്കി വിടുവിക്കണമേ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ശ്രവിക്കുന്നവർ ക്രിസ്തുവിൽ സ്വതന്ത്രർ എന്ന് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് വിവേകം നൽകണമേ. കേൾക്കുന്നവരുടെ മനസ്സും ഇച്ഛയും വികാരങ്ങളും അങ്ങയുടെ ഇഷ്ടപ്രകാരമായി തീരേണ്ടതിനും ദൈവവിരുദ്ധമായ ചിന്തകൾ, മനോഭാവം, ആഗ്രഹം, പ്രേരണ, ശീലം, പെരുമാറ്റം എന്നിവയെല്ലാം മാറ്റി നിഷ്കളങ്കതയോടെ, പരമാർത്ഥതയോടെ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഷ്ടതയേറിയ ഈ ലോകത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും ശത്രുവിൻ്റെ കോട്ടകളെ അവിടുന്ന് തകർക്കണമേ. വഞ്ചനയുടെയും നുണകളുടെയും ശക്തിയും അത് മുഖാന്തരമുണ്ടാകുന്ന പ്രശ്നങ്ങളും കേൾവിക്കാരിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർപ്പങ്ങളെയും തേളിനെയും ശത്രുവിൻ്റെ എല്ലാ ശക്തികളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കുവാൻ ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് കഴിയട്ടെ. അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്നും അവർ വിടുവിക്കപ്പെട്ടിരിക്കിയാൽ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ജ്ഞാനവും വെളിപ്പാടും വിവേകവും ഈ പ്രാർത്ഥന കേൾക്കുന്നവരുടെ ജീവിതത്തിൽ നൽകേണ്ടതിനായും ഭാവിയിൽ അവർക്കെതിരായി വരുന്ന ഏത് കാര്യങ്ങളും ധൈര്യപൂർവ്വം നേരിടുന്നതിന് ആവശ്യമായ കൃപ നൽകി അങ്ങയുടെ സ്നേഹവും സമാധാനവും അനുഭവിപ്പാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചതെല്ലാം ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിനായി അങ്ങേക്ക് നന്ദിയേകുന്നു. യേശുവിൻ്റെ അത്ഭുതകരവും അതിശ്രേഷ്ഠയേറിയതുമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ.